പദവി, അതിലത്തെ ഉന്നത പദവിയാണ് ലഫ്റ്റനന്റ് കേണൽ എന്ന് പറയുന്ന പദവി കൊടുത്തിട്ട് ആദരിച്ച മനുഷ്യനാണ് പിന്നെ ഈ പറയുന്ന മോഹൻലാൽ. ആ മോഹൻലാലിന് ഈ രാജ്യത്തോട് എന്തെങ്കിലും ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടോ? നമ്മുടെ നാടിനോട് എന്തെങ്കിലും ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇതുപോലുള്ള വലിച്ച സിനിമകൾ എടുക്കാനായിട്ട് ഇയാൾ തയ്യാറാവോ? ഇയാളെന്താ പൊട്ടനാ? അയാൾക്ക് രാജ്യത്തോട് കമ്മിറ്റ്മെന്റ് ഉണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഈ ഒരു സിനിമയിൽ അഭിനയിച്ചത് തന്നെയാണ്. ഗുജറാത്ത് കലാപം ജനങ്ങൾ അറിയാൻ വേണ്ടിയിട്ടെങ്കിലും ഈ സിനിമ ഉപകാരപ്പെട്ടല്ലേ, സന്തോഷം. അങ്ങനെയെങ്കിലും കുറച്ച് ചരിത്രം ഇന്നോ ഇന്നലെയൊക്കെ ആയിട്ട് ആളുകളൊന്ന് സെർച്ച് ചെയ്തല്ലോ, അതന്നെ വലിയ ഭാഗ്യം. ഇനി അദ്ദേഹം ഈ രാജ്യത്തിനോട് ചെയ്യുന്ന വലിയൊരു കാര്യം ഞാൻ പറയാം. ലക്ഷക്കണക്കിന് രൂപയുടെ സമ്പാദ്യമുള്ള ഒരു മനുഷ്യനാണ്. നമ്മുടെ ഖജനാവിലോട്ട് അദ്ദേഹം ഇഷ്ടം പോലെ നികുതി പണം കൊടുക്കുന്നുണ്ട്. ഈ നികുതി പണം നമ്മൾ പല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. റോഡ് പണിയാണെങ്കിലും കെട്ടിട നിർമ്മാണമാണെങ്കിലും പാവപ്പെട്ട ആളുകളെ പെൻഷൻ കൊടുക്കാനാണെങ്കിൽ പോലും ആ ഒരു നികുതി പണം ഉപയോഗിക്കുന്നുണ്ട്. കോടീശ്വരന്മാരായിട്ടുള്ള ആളുകൾ തന്നെയാണ് ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നത്. നമ്മൾ ഒരു തെറ്റും പറയാൻ പറ്റില്ല ആ കാര്യത്തിന്. നമ്മൾ പറയും മുതലാളിത്തത്തിനെതിരൊക്കെ ആണെങ്കിലും മുതലാളിമാരില്ല എന്നുണ്ടെങ്കിൽ ഈ നാടില്ല. അത് ആദ്യം മനസ്സിലാക്കുക. മോഹൻലാലിന്റെ സ്വാതന്ത്ര്യമാണ് ഏത് സിനിമയിൽ അഭിനയിക്കണം, എന്ത് സിനിമയിൽ അഭിനയിക്കണം, എങ്ങനെ ജീവിക്കണം എന്നുള്ളത്. അത് ഷൈനി മധുസൂദന നീ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു കാര്യമേ അല്ല. എന്തുകൊണ്ടാണ് ചേച്ചിയെ നിങ്ങൾ ഈ സിനിമയുടെ തിരക്കഥാകൃത്തിനെ കുറിച്ച് ഒന്നും മിണ്ടാത്തത്? കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ അത് തന്നെ ചോദിച്ചു. ഞാൻ ആ വീഡിയോ അവസാനിപ്പിച്ച് നോക്കുമ്പോൾ ഈ വീഡിയോന്റെ അടിയിൽ ഇനിയും കിടക്കുക മോഹൻലാലിനെ പച്ചക്ക് തെറി വിളിച്ചുകൊണ്ട്. ലഫ്റ്റനന്റ് കേണൽ പദവി കൊടുത്തത് എന്തിനാണ് എന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. യുവാക്കളെ പട്ടാളത്തിലേക്ക് പാരാമിലിറ്ററിയിലേക്കൊക്കെ ആകർഷിക്കാൻ വേണ്ടി ഒരു ബ്രാൻഡ് അംബാസിഡർ ആക്കി വെച്ചതാ. ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയിൽ എങ്ങാനുമാണ് നരേന്ദ്രമോദി പൊണ്ണത്തടിയെ കുറിച്ചിട്ടുള്ള ഒരു ബോധവൽക്കരണത്തിന്റെ ഒരു ഭാഗമായി മോഹൻലാലിനെ ബ്രാൻഡ് അംബാസിഡർ ആയി വെക്കുന്നത്. അത് എണ്ണയുടെ ദുരുപയോഗം, അതൊക്കെ ശരീരത്തെ നശിപ്പിക്കുമെന്ന് ഒരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയാണ് മോഹൻലാലിനെ ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഈ ഒരു ലഫ്റ്റനന്റ് കേണൽ പദവിയും. ബോധമുള്ള ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഈ സ്ത്രീക്ക് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. UK ഇരുന്ന് കിടന്ന് കൊണക്കിയ നമ്മുടെ ബാല പറഞ്ഞ പോലെ ഇയാളെന്താ പൊട്ടനാ? ഈ മോഹൻലാൽ എന്ന് പറയുന്ന ഇത്രയും കഴിവുള്ള ഗംഭീര സംഭവമാണെന്ന് ഇങ്ങനെ ഊതി വീർപ്പിച്ചൊരു ബലൂൺ ഉണ്ടല്ലോ, ഈ ബലൂണിനെ കൊണ്ട് നടക്കുന്നവരോട് ഞാൻ ചോദിക്കുന്നത്, ഇയാൾക്ക് സ്വന്തമായിട്ട് കമ്മിറ്റ്മെന്റ് ഇല്ലേ നാടിനോട്? ഈ പറയുന്ന സിനിമയിൽ ഇറക്കിയത് അവനവന്റെ സ്വന്തം രാഷ്ട്രീയങ്ങളും അവനവന്റെ സ്വന്തം അഭിപ്രായങ്ങളും ആണെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പോകുന്ന, അഭിനയിക്കാൻ പോകുന്ന, കഥകൾ കേൾക്കാൻ പോകുന്ന ഈ പറയുന്ന മോഹൻലാലിനെ അത് കാണുമ്പോൾ മനസ്സിലാവില്ലേ? മോഹൻലാലിന് വീട്ടിൽ തിന്നാൻ കൊടുക്കുന്നത് ചേച്ചിയല്ല അവരുടെ പേഴ്സണൽ സെക്രട്ടറി, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേച്ചിയല്ല അവരുടെ അമ്മ. അതും കൂടി മനസ്സിലാക്കുക. ആ ഒരു മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ഇഷ്ടം പോലെ ജീവിക്കുക എന്നുള്ളതാ. അയാൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യം നൽകുന്ന രാജ്യമാണ് ഇന്ത്യ. അത് അദ്ദേഹത്തിന്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അദ്ദേഹത്തിന് ഈ രാജ്യത്തിനോട് ഇതുണ്ടോ അതുണ്ടോ കമ്മിറ്റ്മെന്റ് ഉണ്ടോ എന്നൊന്നും ചേച്ചിയല്ല തീരുമാനിക്കേണ്ടത്. അദ്ദേഹത്തിന് ഈ രാജ്യത്തിനോട് നല്ല കമ്മിറ്റ്മെന്റ് ഉണ്ട്. അത് ഞാൻ നേരത്തെ ഉദാഹരണമായിട്ട് പറയും ചെയ്തിട്ടുണ്ട്. എന്റെ പൊന്നു, മനഃപൂർവ്വമാണ്. അതുകൊണ്ട് മനഃപൂർവ്വം തന്നെയാണ് മോഹൻലാൽ ഈ ഒരു സിനിമയിൽ അഭിനയിച്ചത്. ഓക്കെ ചേച്ചി, അങ്ങനെ അങ്ങ് ധരിക്കി. പ്രാണപ്രതിഷ്ഠയ്ക്ക് ക്ഷണിച്ചപ്പോൾ പോകാൻ സമയമുണ്ടായിരുന്നില്ല, അത്ര തിരക്കായിരുന്നു. വയസ്സ് ഒരുപാടായി, കോടികളുടെ കോടി അഭിനയിച്ചുണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ ജീവിക്കാൻ മാർഗമില്ലാത്ത ആളൊന്നുമല്ല. ഈ മോഹൻലാൽ എന്ന് പറയുന്ന മഹാനടന് ജീവിക്കാൻ കഴിയാത്ത ആളല്ല. കോടികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനിയും എവിടേക്കാണ് ആർത്തി? ചേച്ചിക്ക് വല്ലാണ്ട് ആർത്തില്ല എന്നുണ്ടെങ്കിൽ UK കിടന്ന് കഷ്ടപ്പെടേണ്ട ചേച്ചി ഇങ്ങ് നാട്ടിപ്പോരെ. ഇന്ന് ഇവിടെ അല്ലെ തൊഴിലുറപ്പിനോ അല്ലെ കൂലിപ്പണിക്കൊക്കെ പോയിട്ട് ജീവിക്ക്. ഈ രാജ്യത്തിന് ഗുണം ഉണ്ടാവട്ടെ. ചേച്ചി രാജ്യസ്നേഹം ഇടക്കിടക്ക് പറയുന്നോണ്ട് ചോദിക്കുകയാണ്. ചേച്ചി ആ നാട്ടിലിരുന്ന് ഉണ്ടാക്കുന്നത് ചക്കക്കൂരി ഒന്നും അല്ലല്ലോ, പൈസ തന്നെയല്ലേ. മോഹൻലാൽ ഇവിടെ പണിയെടുത്ത് ഉണ്ടാക്കുന്നത് ചക്കക്കൂരി അല്ല, പൈസയാണ്. എന്നാൽ മോഹൻലാലിന് കിട്ടുന്ന സാമ്പത്തികമായിട്ടുള്ള ആ ഒരു ഭദ്രതയിൽ നിന്നും അദ്ദേഹം ഒരുപാട് ആളുകളെ രക്ഷപ്പെടുത്തുന്നുണ്ട്. ഒരുപാട് ആളുകൾക്ക് ചികിത്സയ്ക്ക് ആവശ്യമായ തുക കൊടുക്കുന്നുണ്ട്. ഒരുപാട് ആളുകളെ ചേർത്ത് വെക്കുന്നുണ്ട്. ഇതൊന്നും കൂടാതെ അദ്ദേഹത്തിന് കിട്ടുന്ന ആ ഒരു സമ്പത്തിൽ നിന്നും ആഡംബര നികുതി എന്ന രീതിയിൽ മറ്റൊന്ന്, അതുകൂടാതെ മറ്റുള്ള നികുതികൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ സർക്കാരിന്റെ ഖജനാവിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ സർക്കാരിന്റെ ഖജനാവിലോട്ട് കുറെ പൈസ കൊടുക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് രൂപ കൊടുക്കുന്നുണ്ട്. ചേച്ചി രാജ്യത്തിനോട് എന്ത് കമ്മിറ്റ്മെന്റാണ് കാണിച്ചത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഈ ചാണകങ്ങൾക്ക് വേണ്ടിയിട്ട് തിളയ്ക്കുന്ന പുഴു പോലെ ഇരുന്ന് കളിക്കുന്നതാണോ ചേച്ചി? എന്താ ചേച്ചി ഇത്? അപ്പോ പണമോ പ്രശസ്തിയോ ഒന്നുമല്ല, അവനവന്റെ മനസ്സിലെ ദുഷിപ്പുണ്ടല്ലോ, കമ്മ്യൂണിസം എന്ന് പറയുന്ന ദുഷിപ്പ്. ഈ കമ്മ്യൂണിസം എന്ന് പറയുന്ന ദുഷിച്ച ചിന്തയുമായി നടക്കുന്ന ഏത് മഹാനടനായാലും ശരി, അവന്റെ ഉള്ളിൽ നിന്നും ഒരിക്കലും ഒരു നന്മ നമ്മൾ പ്രതീക്ഷിക്കേണ്ട. ഈ ലോകം നശിപ്പിച്ച ഒരു സംഭവമാണ് കമ്മ്യൂണിസം. ചേച്ചി എന്തൊക്കെയാണ് ഈ പറഞ്ഞ് കാട് കയറി പോണത്? പണ്ട് നിങ്ങൾ നായന്മാര് ഏതൊരു വീഡിയോ പറഞ്ഞു ഞങ്ങൾ നായന്മാരാണെന്ന് പറഞ്ഞല്ലോ. എന്റെ പൊന്നു ചേച്ചി, റോട്ടിൽ വഴി നടക്കാൻ കഴിയാത്ത ഒരു കാലം ഉണ്ടായിരുന്നു. അമ്പലത്തിൽ പാവപ്പെട്ട ആളുകൾക്ക് കയറാൻ കഴിയാത്ത ഒരു സമയം ഉണ്ടായിരുന്നു. സ്കൂളിൽ പള്ളിക്കൂടത്തിൽ കുട്ടികൾക്ക് പോകാൻ കഴിയാത്ത ഒരു കാലം ഉണ്ടായിരുന്നു. പാവപ്പെട്ട ഈ ദളിതരായിട്ട് എന്ന് പറയുന്ന ആളുകൾ
അവർക്ക് വേണ്ടിയിട്ട് ഉച്ചത്തിൽ ശബ്ദമുയർത്തിയ ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയൊക്കെ. അത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. എന്നിട്ട് പറയാണ് നന്മയില്ലാത്തവരാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്നുള്ളത്. ശരിയാണ്, കുറച്ച് കമ്മ്യൂണിസ്റ്റുകാർ ഈ കാലഘട്ടത്തിൽ അത്ര നല്ലവരൊന്നുമല്ല, പോക്കറ്റ് വീർപ്പിക്കുന്നവരുണ്ട്, അതൊക്കെ ഉള്ളത് തന്നെ. പക്ഷെ കമ്മ്യൂണിസ്റ്റുകാർ ഈ രാജ്യത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ല എന്ന് കിടന്ന് കുരയ്ക്കുന്ന ചേച്ചിയെ നിങ്ങൾ സംഘികൾ എന്ത് ഉണ്ടയാണ് തന്നത്. ബ്രിട്ടീഷുകാരുടെ ഷൂ നാക്കിയ പാരമ്പര്യത്തെ കുറിച്ചിട്ട് ഞാൻ വല്ലാണ്ട് പറയുന്നില്ല. ഈ വീഡിയോ അതിനുള്ളതല്ല എന്ന് അറിയാം, അതുകൊണ്ട് മിണ്ടുന്നില്ല. ഈ കമ്മ്യൂണിസത്തിന്റെ അടിമകളാണ് ഈ പൃഥ്വിരാജ് സുകുമാരനായാലും, ഈ പറയുന്ന മമ്മൂട്ടി ആയാലും, ഈ പറയുന്ന മോഹൻലാൽ ആയാലും, ഈ പറയുന്ന സർവ്വമാന ഏജാനികളെ മുഴുവൻ അടച്ച് ഞാൻ പറയാണ്. കമ്മ്യൂണിസം എന്ന് പറയുന്ന പുഴുക്കുത്ത് കൊണ്ട് നടക്കുന്ന, പോയിസൺ കൊണ്ട് നടക്കുന്ന മഹാവൃത്തികെട്ടവന്മാരാണ് ഈ പറയുന്ന നടന്മാരെല്ലാവരും. ഓൾമോസ്റ്റ് എല്ലാവരും നന്മയുടെ ഭാഗത്ത് നിൽക്കുന്നവരാണ്. ചേച്ചിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. ബാക്കിയുള്ള ആളുകൾ മാത്രം, കുറച്ച് ആളുകൾ മാത്രമാണ് സംഗീതത്തിലേക്ക് വന്നിട്ടുള്ളത്. ഈ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി സിനിമ വരുന്നതിന്റെ തൊട്ട് മുമ്പ് വരെ ആരായിരുന്നു അറിയോ? സംഘിയായിരുന്നു. ഇവർക്ക് വേണ്ടപ്പെട്ട ആളായിരുന്നു. കാവി വസ്ത്രമൊക്കെ ഇട്ടിട്ട് അവരുടെ കൂടെ കുത്തി മറഞ്ഞിരുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഭയങ്കര സംഭവം, ബജറാങ്കി വീഡിയോ, മ്യൂസിക് കുത്തിക്കയറ്റി മോഹൻലാലിന്റെ എന്തൊക്കെയായിരുന്നു കാട്ടിക്കൂട്ടിയിരുന്നത്. സിനിമ വന്നതോടുകൂടി ഒറ്റയടിക്ക് മോഹൻലാൽ കമ്മ്യൂണിസ്റ്റുകാരനായി. കൊള്ളാം, അടിപൊളി. ഈ പൃഥ്വിരാജ് സുകുമാരന്റെ രാഷ്ട്രീയം അദ്ദേഹം എവിടെയും തുറന്നു പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മോഹൻലാലിന്റെ കാര്യം മോഹൻലാലും പറഞ്ഞിട്ടില്ല. പക്ഷെ മമ്മൂട്ടിയുടെ കാര്യം മമ്മൂട്ടി പറഞ്ഞിട്ടില്ല, ഞാൻ കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ് എന്നുള്ളത്. കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ വളരെ മോശമാണെന്നാണ് ചേച്ചി പറയുന്നത്. കൊള്ളാം ചേച്ചി. ഇവർക്ക് നമ്മുടെ നാട്ടിലുണ്ടായ ന്യായമായ അല്ലെങ്കിൽ അന്യായമായ കാര്യങ്ങളൊന്നും ഇവർ വായ ഉറക്കില്ല. ഇവർക്ക് നാടിനോട് യാതൊരു തരത്തിലുള്ള കമ്മിറ്റ്മെന്റും ഇല്ല. അത് ശരി. ഈ നാട്ടിലുള്ള നടക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഇവര് സംസാരിച്ച വാ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജഡ്ജിമെന്റ് ഒക്കെ മാറി നിന്നിട്ട് മോഹൻലാൽ ഇത് പറഞ്ഞു, വാളയാറിൽ കൂട്ടക്കൊലപാതകം ചെയ്ത ആളെന്നെ മോഹൻലാൽ പോസ്റ്റിൽ കൊന്നോളൂ, തൂക്കിക്കൊല്ലു എന്ന് പറഞ്ഞു. ജഡ്ജ് മാറി നിന്നിട്ട് മോഹൻലാൽ അതല്ലേ പറഞ്ഞു, അത് ചെയ്തോ, അത് പറയോ ചേച്ചി? പറയോ? ഇല്ലല്ലോ. അപ്പോ ഇവിടെയുള്ള നടന്മാരല്ല ഇവിടുത്തെ നിയമത്തിനെ നയിക്കുന്നത്. അതാദ്യം മനസ്സിലാക്കുക. അഭിപ്രായ സ്വാതന്ത്ര്യം പറയാനുള്ള സ്വാതന്ത്ര്യം എന്റേതാ. മോഹൻലാലിന്റെ സ്വാതന്ത്ര്യം മോഹൻലാൽ തീരുമാനിക്കുമ്പോൾ, അല്ലാതെ ചേച്ചി പറയുമ്പോൾ കുറയ്ക്കാനുള്ളതല്ല. അത് ആദ്യം മനസ്സിലാക്കുക. ഇവർക്ക് സ്വന്തം പോക്കറ്റ് വീർക്കണം. പിണറായി വിജയൻ എന്ന് പറയുന്നവൻ എന്താണ് സ്നേഹം? പണത്തിനോട് സ്നേഹം. അവന്റെ കുടുംബം നന്നാവണം, അവന്റെ പോക്കറ്റ് വീർക്കണം. അതേ പിണറായി വിജയൻ ചിന്തയുള്ളൂ. ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ നാടിനെ കുറിച്ച് ചിന്തിക്കുന്നവരായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ പറ. ഉണ്ട്. ഉണ്ടെങ്കിൽ പറയല്ല, ഉണ്ട്. ഈ കേരളം എന്ന നാട് ഈ രീതിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ കുറച്ച് കമ്മ്യൂണിസ്റ്റുകാരും കുറച്ച് കോൺഗ്രസ്സുകാരും നിലനിന്നിരുന്നത് കൊണ്ടാണ്. നിങ്ങൾ അവിടെ എങ്ങാനും കൊടി വെച്ചിരുന്നെങ്കിൽ, നിങ്ങൾ അന്ന് പൊന്തി വന്നിരുന്നെങ്കിൽ, ഇന്നും എന്നെ പോലെയുള്ള ആളുകളൊക്കെ ദളിതരാണെന്ന് പറഞ്ഞ് ചവിട്ടി താഴ്ത്തപ്പെടും, നിങ്ങളുടെ കാലിന്റെ അടിയിൽ കിടക്കും, ഓ അമ്പ്ര എന്ന് പറഞ്ഞ് നടക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ് അത് തച്ചുടച്ച് ഈ രീതിയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഈ ഒരു സിനിമയിൽ കമ്മ്യൂണിസം പറയുന്നില്ല, അത് മനസ്സിലാക്കുക. ഈ ഒരു സിനിമയിൽ എന്താണ് ജിഹാദിത്തരം പറയുന്നത്? അങ്ങനെ ഒരു സാധനം ഈ സിനിമയിലില്ല. ചേച്ചി എവിടെ നിന്നോ കിട്ടി എന്തൊക്കെയോ കാര്യങ്ങൾ ചേർത്ത് ഇണക്കിക്കൊണ്ട് ഡയലോഗ് അടിക്കുക. ചേച്ചി സിനിമ കാണുക, സിനിമ കണ്ട് ഡയലോഗ് അടിക്കുക. ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് നാട് നന്നാവണം എന്ന് ചിന്തിക്കുന്നവൻ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അപ്പൊ അതേ ചിന്താഗതി തന്നെയാണ് ഈ സിനിമാ ലോകത്തുള്ള ഈ ഏജാനികൾക്കും, ഈ മോഹൻലാൽ അടക്കമുള്ള ഏജാനികൾക്കും. സ്വന്തം കുടുംബം, സ്വന്തം പോക്കറ്റ് എന്നല്ലാതെ വേറെ യാതൊരു ചിന്തയുമില്ല. സ്വന്തം കുടുംബം, സ്വന്തം പോക്കറ്റ്. എനിക്കും സ്വന്തം കുടുംബം, സ്വന്തം പോക്കറ്റ്, അത്രേ ഉള്ളൂ. ചേച്ചി അത് വിചാരിച്ചാൽ മതി കേട്ടോ. ചേച്ചി എന്തിനാ പിന്നെ UK കിടന്ന് കൊണക്കുന്നത്? നാട്ടി വാ, അവിടെ പൈസ ഉണ്ടാക്കാൻ പോയതല്ലേ. അതായത് കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് കഴിഞ്ഞാൽ സമ്പത്ത് കുറയും. പുറത്തുനിന്ന് സമ്പാദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൂല്യം ഉണ്ടല്ലോ, നമ്മളെ രൂപയുടെ മൂല്യം ഇടിഞ്ഞു കിടക്കുകയാണല്ലോ. അതുകൊണ്ട് അവിടെ നിന്ന് അയക്കുമ്പോൾ കുറച്ച് കൂടുതൽ കിട്ടും. ചേച്ചിയുടെ ആഗ്രഹം സ്വന്തം പോക്കറ്റ് നിറയ്ക്കുക എന്ന് തന്നെയാണ്. അതിൻ്റെ അപ്പുറത്ത് ഞാൻ രാജ്യസ്നേഹി അത് എന്ന് പറയും. രാജ്യസ്നേഹം കാണിക്കേണ്ടത് സ്വന്തം രാജ്യത്ത് വന്നിരുന്നു കൊണ്ടാണ്, മറ്റുള്ള രാജ്യങ്ങളിൽ കിടന്ന് കൊണക്കലല്ല നമ്മുടെ രാജ്യത്തോട് സ്നേഹം ഉണ്ടെങ്കിൽ കാണിക്കേണ്ടത്. എന്നിട്ട് ഒരു കാര്യവുമില്ലാതെ മോഹൻലാലിന്റെ അച്ഛനും മമ്മൂട്ടിയുടെ അച്ഛനും ഇവരൊക്കെ വിളിക്കേണ്ട എന്ത് കാര്യം ചേച്ചിക്കുള്ളത്? അഭിപ്രായ സ്വാതന്ത്ര്യം അങ്ങ് കേറി അങ്ങ് മൂലത്തിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കളിക്കുക ചേച്ചി. 2-2.5 മണിക്കൂർ മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ട് നമ്മൾ പോകുന്നതാണ്. നമ്മൾ ഇവന്മാരുടെ മനസ്സിലിരിക്കുന്ന രാഷ്ട്രീയം കാണാനല്ല പോകുന്നത്. തീർച്ചയായിട്ടും സംവിധായകന്റെയും തിരക്കഥാകൃത്തിന്റെയും രാഷ്ട്രീയം കാണാൻ വേണ്ടി തന്നെയാണ് പോകുന്നത്. ചിലപ്പോൾ ചിരിയുടെ, ചിലപ്പോൾ വെറുപ്പിന്റെ, ചിലപ്പോൾ വിദ്വേഷത്തിന്റെ, ഈ 3 എന്തെങ്കിലും ഒന്ന് നമ്മൾ തിയേറ്ററിൽ നിന്ന് കാണും. നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള സിനിമ കിട്ടുമെന്ന് നമ്മൾ ചിന്തിച്ചിട്ടൊരു കാര്യമില്ല. അത് ചേച്ചി മനസ്സിലാക്കണം കേട്ടാ. ഇവന്മാരുടെ ചിന്താഗതി, ഈ പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന ഏജാനിയുടെ മനസ്സിലെ ചിന്താഗതിയാണ്. ഇവൻ ഏതോ ജിഹാദിക്ക് കൊണ്ട് തലവെച്ചിട്ടുണ്ട്. ഏതോ ജിഹാദികൾ ഇവർ കള്ളപ്പണം ഒഴുക്കി കൊടുക്കുന്നുണ്ട്. ആ ജിഹാദികളോട് കടപ്പെട്ടിരിക്കണ്ടേ? ജിഹാദിയോട് നന്ദി കാണിക്കണ്ടേ? ഈ ഏജാനി മോഹൻലാൽ ആയാലും ഈ ഏജാനി പൃഥ്വിരാജ് ആയാലും ശരി, ഈ പറയുന്ന ഏജാനികളോട് കടപ്പെട്ടവരാണ്. അപ്പൊ അവർക്ക് അവരോട് നന്ദി കാണിച്ചേ പറ്റുള്ളൂ. എന്തൊക്കെയാണ് എന്റെ പൊന്ന്
കള്ളപ്പിടീസ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സിനിമയിൽ എന്ത് ജിഹാദിത്തരോ? ഈ സിനിമയിൽ പൈസ ഇറക്കിയത് മുഴുവൻ ഹിന്ദുക്കളാണ്. ഈ സിനിമയിൽ പ്രവർത്തിച്ചിരിക്കുന്ന മുഴുവൻ ഹിന്ദുക്കളാണ്. ഇതിൽ മുസ്ലിംസ് ഇല്ല. ചേച്ചി പറഞ്ഞുകൊണ്ടിരിക്കും, വാ കടയണ വരെ പറ. സിനിമയ്ക്കകത്ത് ഞാൻ ഈ സിനിമയുടെ അഭിപ്രായങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. ഞാൻ ഈ സിനിമ കാണാനും പോകുന്നില്ല, എന്റെ കയ്യിലെ പൈസ ചെലവാക്കാനും പോകുന്നില്ല. ചേച്ചി അതൊക്കെ വാങ്ങിയിട്ട് വായു ഗുളിക വാങ്ങി വളി വിട്ട് കളി, അതാ നല്ല. സിനിമ കാണണ്ട. സിനിമ കാണാതെ, സിനിമയെ കുറിച്ച് ഒരു തേങ്ങാക്കൊല്ലി അറിയാതെ, സിനിമയുടെ ഏത് ഭാഗത്താണ് ഈ സീനെന്ന് പോലും അറിയാതെ വെറുതെ എത്രത്തോളം ഭീകരതയിൽ കാണിച്ചിട്ടുണ്ട്, എത്രത്തോളം സിമ്പിളായിട്ടാണ് കാണിച്ചത്, എന്താണ് കാണിച്ചത് എന്ന് പോലും അറിയാതെ ആരൊക്കെയോ ഇട്ട അമേദ്യം തട്ടിക്കളിക്കുക ചേച്ചി. ഞാനിപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് അറിവുള്ളവരും അല്ലാത്തവരുമായിട്ട് പങ്കുവച്ചിട്ടുള്ള ഒരുപാട് പോസ്റ്റുകൾ കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഇതിനകത്ത് ഗോദ്ര കലാപം കാണിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ആ ഗോദ്ര കലാപം ജിഹാദികൾക്ക് നല്ല വളമിട്ട് കൊടുക്കുന്ന രീതിയിൽ പ്രദർശിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. എന്തെന്റെ പൊന്നു ചേച്ചി, ആയിരക്കണക്കിന് മുസ്ലിങ്ങളെ തല്ലിക്കൊന്ന, ബലാത്സംഗം ചെയ്തു കൊന്ന, തൃശൂലം കുത്തി ഇറക്കിക്കൊന്ന ഗർഭിണി, ആ ഒരു കഥയൊക്കെ നിനക്കറിയില്ലേ? ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ട് ഞാനാണ് ചെയ്തത് അത് എന്ന് പറയുന്ന ഒരു ബജ്റാങ്കിയുടെ വീഡിയോ ഉണ്ട്. നരേന്ദ്രമോദി പറഞ്ഞിട്ടാണ് ചെയ്തത് എന്ന് കൃത്യമായിട്ട് അതിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അയാൾ പറയുന്നുണ്ട്. ആ ഒരു കാര്യത്തെ ആ രീതിയിൽ തന്നെയാണ് പുറത്തേക്ക് ഇടാൻ പറ്റുള്ളൂ. ഇഷ്ടം പോലെ റെഫറൻസ് അതിനെ കുറിച്ചിട്ടുണ്ട്. BBC അടക്കം ന്യൂസ് ചെയ്ത സാധന. ഈ ഗോദ്ര കലാപം എന്ന് പറഞ്ഞാല് ഗുജറാത്തിൽ 2002 ഫെബ്രുവരി 27 നടന്ന ഒരു ട്രെയിനിന് തീവച്ച സംഭവമാണ്. ഈ ട്രെയിനിന് തീവച്ചപ്പോൾ ആ ട്രെയിൻ തീവച്ച ജിഹാദികളാണ്. ആ ട്രെയിനിന് തീവച്ച ജിഹാദികൾ കത്തിച്ചിട്ട് അതിന് മരിച്ചത് 58 ഹിന്ദു തീർത്ഥാടകരും കർഷകരുമാണ് മരണം പറഞ്ഞത്. ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടെങ്കിലും ചേച്ചി ആ ഒരു പഠനം ഓപ്പൺ ചെയ്തല്ലോ. പുസ്തകത്തിൽ എഴുതി വെച്ചിട്ട് അതാ വായിക്കുന്നത്. വലിയ സംഖ്യ എന്നാ വെള്ളപൂശാനാണെങ്കിൽ നിങ്ങൾക്ക് കാണാപ്പാടം പഠിച്ച് പറഞ്ഞൂടെ? തൊട്ടടുത്ത് എഴുതി വെച്ചിക്ക. അത് 58 ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. ഇത് എങ്ങനെയാ മരണപ്പെട്ടത്? ജിഹാദികൾ കൊന്ന നിങ്ങൾ പറഞ്ഞുണ്ടാക്കിയതാ. ഒരു തെളിവും ഇല്ലാത്ത ഒരു കാര്യമാണ് അത്. ആ ഒരു ട്രെയിനിൽ ഉണ്ടായിരുന്ന എന്തോ ഷോർട്ട് സർക്യൂട്ടോ അല്ലെങ്കിൽ എന്തോ മണ്ണെണ്ണയോ അങ്ങനെ എന്തോ ആയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. അതിന്റെ ഉള്ളിൽ നിന്നുണ്ടായ ഒരു തീപിടുത്തത്തെയാണ് പുറത്തു നിന്ന് മുസ്ലിങ്ങൾ വന്നത് നശിപ്പിച്ച് കത്തിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സാധനങ്ങൾ അടിച്ചിറക്കിയിട്ട് പാവപ്പെട്ട ആളുകളുടെ വീടിനകത്തേക്ക് കയറി ചെന്ന് അവരൊക്കെ കൊന്നത്. എന്താ എന്റെ പൊന്നു ചേച്ചി? 58 കർഷകരും ഹിന്ദു തീർത്ഥാടകരും മരണമടഞ്ഞിട്ട് അത് മുഴുവനും ജിഹാദികൾക്ക് അനുകൂലമാക്കിയിട്ട് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ് ഈ സിനിമ. നമുക്കൊന്നൊരു കണക്ക് പറയാം. നിങ്ങൾ ഇപ്പൊ പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അതായത് 58 കർഷകർ മരിച്ചതിന്റെ ഭാഗത്ത് 1000 പേരെ കൊന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെന്താ പറയേണ്ടത്? ഞാനത് കണക്കിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് പറയാട്ടാ. അല്ലാത്ത പക്ഷം അവിടെ മരണപ്പെട്ട ഏതൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അത് ഒരാളാണെങ്കിൽ പോലും, ഒരു വ്യക്തിയാണെങ്കിലും, ഒരു മൃഗമാണെങ്കിലും, ഒരു ജീവിയാണെങ്കിൽ പോലും അത് വിഷമിക്കേണ്ട ഒരു കാര്യമാണ്. ചേച്ചിക്ക് അത് വിഷമ. 59 ആള് മരിച്ചതിൽ വിഷമമുണ്ട്. പക്ഷെ 1000 ആളുകൾ അവരെ തിരിച്ചു കൊന്നു പറഞ്ഞതിൽ യാതൊരു വിഷമവുമില്ല. കൊള്ളാം. എങ്ങനെയുണ്ട്? പൃഥ്വിരാജ് സുകുമാരന്റെ മനസ്സിലെ ഉള്ളിലിരിപ്പാണ് ഈ പുറത്തേക്ക് വരുന്നത്. ഈ വാര്യംകുന്നനെ വെള്ളപൂശാൻ വന്നവനല്ലേ ഇവൻ. അപ്പൊ അവൻ പതുക്കെ അവൻ വാര്യംകുന്നൻ നല്ലവനാണെന്ന് അവൻ പറയാൻ പറ്റാത്ത ബുദ്ധിമുട്ട് അവൻ ഇതിൽ കൂടെ തീർത്തു. വാര്യംകുന്നൻ നല്ലത് എന്റെ പൊന്നു ചേച്ചി. അതൊരു പ്രൊഡക്ഷന്റെ ഭാഗത്തുണ്ടായ ഒരു വിഷയം കൊണ്ടാണ് ആഷിഖ് കപൂറിന്റെയും പൃഥ്വിരാജിന്റെയും സിനിമ ഫ്ലോപ്പ് അല്ലെങ്കിൽ മാറ്റിവെച്ചത്. ഇതിൽ വാര്യംകുന്നനൊന്നും ഇല്ല എന്റെ പൊന്നു ചേച്ചി. ജിഹാദികളെ എപ്പോ നോക്കിയാലും, ഇപ്പം എവിടെ നോക്കിയാലും മയക്കുമരുന്നും ഈ പറയുന്ന സംഗതികളും ബ്രൗൺ ഷുഗറും ഒക്കെ കൊണ്ടു നടന്ന് രാജ്യത്തെ നാനാധീനമാക്കുന്ന ഈ വർഗ്ഗങ്ങൾക്ക് സ്വന്തം കുടുംബത്തിലെ വരെ അമ്മയും പെങ്ങളും തിരിച്ചറിയാതെ കുത്തിയും കൊന്നും വെട്ടിയും കൊന്നും തലക്കടിച്ച് കൊന്നും കൊണ്ടു നടന്ന് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ജിഹാദികൾക്ക് ഇപ്പം ഈ പറയുന്ന ചുറ്റിക എടുത്തിട്ട് തലക്കടിക്കുന്നുള്ളൂ. കത്തിയെടുത്ത് കുത്തിയിട്ടും ചുറ്റിയെടുത്ത് തലക്കടിച്ചിട്ടും 5 ആളെയും 6 ആളെയൊക്കെ ഒരുമിച്ച് വകവരുത്തിക്കൊണ്ടിരിക്കുന്ന ജിഹാദികളെ നാളെ നിങ്ങൾ തോക്കെടുത്ത് വെടിവെച്ചോ എന്ന് രായപ്പൻ പറയാതെ പറയാണ് ഈ സിനിമയിൽ കൂടെ. ചേച്ചി ഏത് സീനിലാണ് ആ സീന് പറഞ്ഞ് കണ്ടത് എന്നൊന്നും പറയണം കേട്ടോ. ഞാനത് കണ്ടിട്ടില്ല. ചേച്ചി എന്തൊക്കെ എഴുതാപ്പുറം വായിക്കുന്ന എനിക്കറിയില്ല. ഈ കേരളത്തിൽ ഒരുപാട് ക്രൈംസ് ഇപ്പൊ ഇതിനോടൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ഹിന്ദു ആണെങ്കിലും ഇപ്പൊ ചെന്താമരയെ കുറിച്ചിട്ട് എന്താ പറയാഞ്ഞത്? മടാളെടുത്തിട്ട് ഒരു വീട്ടിൽ 3 പേര് വെട്ടിക്കൊന്ന ചെന്താമര ഹിന്ദുവാണ്. എന്തുകൊണ്ട് പറയുന്നില്ല? ഒരുപാട് ആളുകളുണ്ട്. ഒരാളെ വെടിവെച്ച് കൊന്നില്ലേ? ആ വെടിവെച്ച് കൊന്നത് വെടിവെക്കാൻ പോയ ഒരു ചെക്കനാ. മനസ്സിലാക്കണം. വെടിവെക്കാൻ പോയത് ഒരു BJPയുടെ പ്രാദേശിക നേതാവിനെയാണ്, അല്ലെങ്കിൽ ആ നാട്ടിലുള്ള ഒരു പ്രവർത്തകയെയാണ്. അത് BJPക്കാരിയാണ്. അവിടെ അവിഹിതമുണ്ട്. ചേച്ചി പറയുമ്പോൾ എല്ലാതും പറയണം. ഈ രാജ്യത്ത് നടക്കുന്ന കുറ്റകൃത്യങ്ങളിൽ ഹിന്ദു എന്നോ മുസൽമാൻ എന്നോ ക്രിസ്ത്യൻ എന്നോ ഒന്നുമില്ല. കുറ്റവാളികളാണ്. അത് ആരാണെങ്കിലും. അതിനെ ജിഹാദി ആണെന്ന്, സംഘിയാണെന്ന്, ലുങ്കിയാണെന്ന്, കമ്മിയാണെന്ന്, കൊങ്ങിയാണെന്ന് മാറ്റി പറയേണ്ട ഒരു കാര്യമില്ല. തീവ്രവാദികൾ ആരാണെങ്കിലും അത് തീവ്രവാദികളാണ്. ചേച്ചി അനാവശ്യമായിട്ട് ജിഹാദി പറഞ്ഞിട്ട് എന്താ ചേച്ചി പറഞ്ഞു വരുന്നതാണോ? ഈ എമ്പുറാൻ എന്ന് പറയുന്ന സിനിമയിൽ കൂടെ ആയപ്പൻ പറയുന്ന ജിഹാദികളെ നാളെ നിങ്ങൾ കത്തിയൊക്കെ ഉപേക്ഷിക്ക്, തോക്ക് കൊടുത്ത് ഇറങ്ങിക്കോ, എന്നിട്ട് കാണുന്നവരൊക്കെ വെടിവെച്ചിട്ട്. ഇതാണ് പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്നവൻ ഈ സിനിമയിൽ കൂടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന സംഗതികൾ. കൂടെ അവന്റെ ഹിന്ദു വിരോധവും. പറയാതെ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ
അതായത് ചേച്ചി പറയാതെ പറയുന്നത് എഴുതാപ്പുറം വായിക്കലാണ്. ഇപ്പൊ സിനിമയുടെ ഷൂട്ടിന്റെ ഇടയിൽ ഒരാൾ വളിയിട്ടെങ്കിൽ ചേച്ചി ഇവിടെ നിന്ന് പറയും അയാൾ ഈ സിനിമയിൽ വളിയിട്ടിട്ടുണ്ട് എന്നുള്ളത്. ഇമാതിരി ഊള ഡയലോഗ് അടിക്കാനാണ് ചേച്ചിക്ക് അറിയുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് ചേച്ചി പടം കാണും, പടം കണ്ടിട്ട് ഇമാതിരി സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പറ. അപ്പൊ ഈ പറയുന്ന ആൾക്കാർക്കൊക്കെ നമ്മുടെ രാജ്യത്തിനോട് കൂറും കടപ്പാടും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള സംഗതികൾ അവർ ഒരിക്കലും ചെയ്യില്ല. അത് അവന്റെ മനസ്സിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട, ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട. ഈ രാജ്യത്തോട് സ്നേഹമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കഥ ജനങ്ങളിലേക്ക് 2025 പുറത്തേക്ക് കൊണ്ടുവന്നത് എന്ന കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. അതായത് രാജ്യത്തിനോട് കമ്മിറ്റ്മെന്റ് ഉണ്ട് എന്ന് തന്നെയാണ് അതിനർത്ഥം. നന്ദി കെട്ടവനാണ്, നന്ദി കെട്ടവൻ. തന്തയെ പറയിപ്പിക്കാനായിട്ടുണ്ടായതാണ് ഇതൊക്കെ, പറയാതിരിക്കാൻ പറ്റില്ല. പറയാനൊരു തന്തയെങ്കിലും പൃഥ്വിരാജ് സുകുമാരനുണ്ട്, പേരിന്റെ തറ്റത്തുണ്ട്. ചേച്ചിക്ക് അത് ഉണ്ടെങ്കിൽ ചേച്ചി ആ പേര് പറ. നമ്മളാണ് ചിന്തിക്കേണ്ടത്. ഇവന്റെ സിനിമയ്ക്കൊക്കെ നമ്മൾ എന്തിനാണ് പൈസ കൊടുത്ത് കാണുന്നത്? ഇവൻ പറയുന്നുണ്ടല്ലോ 100 കോടി ക്ലബിൽ കയറും, 10 കോടി ക്ലബിൽ കയറും, 10,000 കോടി ക്ലബിൽ കയറുന്നു. ഇതൊക്കെ പറച്ചിൽ മാത്രമാണ്. ഇത് വരുന്നതിന് മുമ്പേ തന്നെ ഇതിന്റെ ഈ റിവ്യൂ കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു ഇതൊരു 10,000 നിലയിൽ പൊട്ടി തകർന്ന തരിപ്പണമാവുന്നുള്ളത്. അതുപോലത്തെ വരവായിരുന്നു. ആ ചേച്ചി പറഞ്ഞ ശരിയാ, പൊട്ടി പാളീസായിട്ടിരിക്കുക. ഈ ടിക്കറ്റ് ബുക്കിങ്ങിൽ തന്നെ 100 കോടി 150 കോടി കടന്നു പോകുന്നു. അത് കൂടാതെ 2 ദിവസത്തെ കളക്ഷൻ തന്നെ 100 കടക്കുന്നൊക്കെ പറയുന്ന കേൾക്കുന്നത്. ചേച്ചി പറഞ്ഞ കറക്റ്റാ. 180 കോടി രൂപയുടെ ചെലവാക്കിയ സിനിമ അതിന്റെ ഇരട്ടിയുടെ 3 ദിവസം കൊണ്ട് തന്നെ കളക്ട് ചെയ്തിട്ടുണ്ട്. ചേച്ചി സിനിമ ശപിക്കണം, നന്നായി ശപിക്കണം കേട്ടോ, എന്നാലേ സിനിമ കുറച്ച് കൂടുതൽ കളക്ഷൻ കിട്ടുള്ളൂ. നമുക്ക് ഈ തോന്നിവാസങ്ങളൊക്കെ നടക്കണമെങ്കിലേ ഈ നാട് ഉണ്ടാവണം, ആദ്യം രാഷ്ട്രം ഉണ്ടാവണം. ആദ്യം ഈ നാടുണ്ടെങ്കിലേ രണ്ടാമതേ ഉള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും. ചേച്ചി അത് ഓർമ്മിപ്പിച്ചത് നന്നായി. ഈ രാജ്യം ഉണ്ടാവണമെങ്കിൽ ഇത്തരം കലാപങ്ങൾ ഉണ്ടാവരുത്. ഇത്തരം കലാപങ്ങൾ ഉണ്ടാവേണ്ടെങ്കിൽ അത്തരം കലാപകാരികൾ ഇവിടെ പാടില്ല. ആരാണ് ഏറ്റവും കൂടുതൽ കലാപം ചെയ്തിട്ടുള്ളത്? ഞാൻ പറഞ്ഞു, നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു, 2 ഇരുണ്ട ദിനങ്ങളുണ്ട്, അല്ലെങ്കിൽ 3 ഇരുണ്ട ദിനങ്ങൾ നമുക്കുണ്ട്. ഒന്ന് മഹാത്മാഗാന്ധിയെ നാഥൂറാം വിനയ് ഗോഡ്സെ എന്ന ഹിന്ദുത്വ തീവ്രവാദി വെട്ടിപ്പിച്ചു കൊന്നതാണ്. 2 ബാബരി മസ്ജിദ് എന്ന് പറയുന്ന ആ ഒരു പള്ളി തകർത്ത് അവർ അതിനുള്ളിലേക്ക് കയറിയതും ആയിരക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയതുമാണ്. 3 ഈ ഒരു ഗുജറാത്ത് കലാപമാണ്. ഇതൊക്കെ ഉണ്ടാക്കിയത് സംഘികളാണ്. അത് ചേച്ചി മനസ്സിലാക്കണമെന്നല്ല. രാജ്യം വേണമെങ്കിൽ സംഘികൾ ഇവിടെ അടങ്ങിയ ഒരു മൂലക്കിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക്, നാടിനോട് കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത ആൾക്കാർ എന്തിനാണെന്ന് ആരാധിക്കാൻ പോകുന്നത്? ഇവരെല്ലാവരും നമ്മളെ പോലൊക്കെ തന്നെ. ചിലപ്പോൾ കുറച്ച് ചന്തം കൂടുതലുണ്ടാവും, ചിലപ്പോൾ കുറച്ച് ചന്തം കുറവുണ്ടാവും, ചിലപ്പോൾ കുറച്ച് തൊലിയുറപ്പ് കൂടുതലുണ്ടാവും, ചിലപ്പോൾ കുറച്ച് കറുത്തവരായിരിക്കും. അത്ര വ്യത്യാസമേ ഉള്ളൂ. എല്ലാവരും നമ്മളെ പോലെയാണെന്നാണ് ചേച്ചി പറയുന്നത്. അതെ ചേച്ചി, നമ്മളെ പോലെ ആയതുകൊണ്ടാണല്ലോ അവരൊക്കെ വലിയ നിലയിലെത്തിയത്. അവർ അത്യാവശ്യം നല്ല സമ്പാദിക്കുന്നുണ്ട്. ഈ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിലേക്ക് അത്യാവശ്യം നല്ല സംഭാവനകൾ നൽകുന്നുണ്ട്. ലക്ഷക്കണക്കിന് ആളുകളുടെ രോഗവും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി സഹായങ്ങൾ നൽകുന്നുണ്ട്, ചാരിറ്റി ചെയ്യുന്നുണ്ട്. നമ്മളെ പോലെ സാധാരണക്കാരായതുകൊണ്ടാണ്. ചേച്ചി കൊള്ളാം. ആ ഗുണം കാണണമെങ്കിൽ എന്ത് വേണം? നല്ല തന്തയ്ക്കും തള്ളയ്ക്കും പറക്കണം, നല്ല സംസ്കാരം അറിഞ്ഞു വളരണം, നാടിനോട് കൂറുണ്ടാവണം. നമ്മുടെ നാട്, നമ്മുടെ രാഷ്ട്രം നിലനിൽക്കണം, സമാധാനമായിട്ട് ഇവിടെ എല്ലാവരും ഒരുപോലെ നടന്നു പോകണം, ഒരുപോലെ ജീവിച്ചു പോകണം എന്നുള്ള ചിന്താഗതി ഉണ്ടാവണം. ഓക്കെ, നല്ല തന്തക്ക് പറക്കണം എന്നൊക്കെയാണ് ചേച്ചി പറഞ്ഞത്. ചേച്ചി നല്ല തന്തക്ക് പറഞ്ഞതാണോ നമുക്കറിയില്ലല്ലോ, ഇനി പലതാണോ എന്ന് നമുക്കറിയില്ലല്ലോ. ചേച്ചി വെറുതെ അനാവശ്യമായിട്ട് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ മുകളിൽ കയറിക്കൊണ്ട് പൃഥ്വിരാജിന്റെ തന്തക്ക് വിളിക്കുന്നത് ചോദിക്കുകയാണ്. നമ്മുടെ നാട്ടില് ഒരു കൊച്ചുകുട്ടിയെ പീഡിപ്പിച്ചാൽ പോലും വാളയാർ 2 കുഞ്ഞുങ്ങളെ കെട്ടിത്തൂക്കി കൊന്നു പീഡിപ്പിച്ചിട്ട് ഈ പറയുന്ന പൃഥ്വിരാജ് സുകുമാരനോ മോഹൻലാലോ ആരെങ്കിലും എന്തെങ്കിലും മിണ്ടിയായിട്ട് നിങ്ങൾ കേട്ടോ? ഇതിനുള്ള മറുപടി ഞാൻ നേരത്തെ തന്നിട്ടുണ്ട്. ഇവര് ഒരു മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ, എന്തെങ്കിലും മിണ്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ വിധി ഒന്നും മാറ്റാനൊന്നും പോകുന്നില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. അയാൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അയാൾ പ്രതികരിക്കട്ടെ, അതിന്റെ അപ്പുറത്തേക്ക് എന്ത്? ഇവർക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ സാഹിത്യം വഴിഞ്ഞൊഴുകുന്ന മനുഷ്യരാണല്ലോ. കൊലാകാരന്മാരല്ലേ, കൊലാകാരന്മാര്, സാംസ്കാരിക നാറികള്, സാംസ്കാരിക നായകളാണ് ഇവര്. നായകള് അല്ലെങ്കിൽ നാറികളാണ്. എന്റെ പൊന്നു ചേച്ചി ആരും അവിടെ ഒന്നും ചൊറിയുന്നില്ല. ചേച്ചി സിനിമ കണ്ടിട്ടില്ല. പിന്നെ എന്തിനാണ് ഈ മോഹൻലാലിനെയൊക്കെ നായയാണ്, നാറിയാണ് ഇതൊക്കെ വിളിക്കണത്? കഴുതയാണെന്ന് പോലും വിളിക്കുന്നുണ്ട്. ആ ഒരു സീനും കൂടി ഉണ്ട്. പിന്നെ അമ്മയും പെങ്ങന്മാരും ഒക്കെ അവനവന്റെ കുടുംബത്തിൽ ഇല്ലേ? ഒരു കൊച്ചുകുട്ടി പീഡിപ്പിക്കപ്പെട്ട് അവര് അത് മരിച്ചു അല്ലെങ്കിൽ അതിനെ കൊന്നു എന്ന് പറയുമ്പോ ഇവന്റെ ആരുടെങ്കിലും ചങ്കിൽ ചോര പൊടിയുന്ന കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇവനെയാണോ നിങ്ങൾ താരരാജാവായിട്ട് പിന്നെ കൊട്ടി കൊടിച്ചുകൊണ്ട് നടക്കുന്നത്? അദ്ദേഹം ഈ സോഷ്യൽ വർക്ക് ചെയ്തിട്ടല്ല താരരാജാവായിട്ട്. അയാൾ സിനിമ അഭിനയിച്ച് ആ സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അയാളോട് താല്പര്യം തോന്നിയിട്ടാണ് അയാൾ താരരാജാവായത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ രാജ്യത്ത് നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടലുകൾ നടത്തിക്കൊണ്ടല്ല, അതിനിവിടെ സാമൂഹ്യ പ്രവർത്തകരുണ്ട് അല്ലെ, അവരാണ് അതില്. ചേച്ചിക്ക് കുറച്ചെങ്കിലും ബോധം ഉണ്ടെങ്കിൽ ഇങ്ങനെ പറയില്ലട്ടാ. എന്തിന്റെ പേരിലാണ് ഇയാൾക്കൊക്കെ അസിസ്റ്റന്റ് കാണാൻ പദവി കൊടുത്തിരിക്കുന്നത്? എന്തിന്റെ പേരിലാ? ഇയാൾ എന്താണ് രാജ്യത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളത്? പൊന്നു ചേച്ചി, ഇതിനുള്ള മറുപടി ഞാൻ തന്നിട്ടുള്ളൂ. രാജ്യസേവനം നടത്താൻ വേണ്ടിയിട്ടല്ല അയാളെ കേണലാക്കിയിട്ടുള്ളത്. ഞാൻ ഇങ്ങനെ മറുപടി തന്നില്ല. പണ്ടറിന്റെ തലയിൽ ഒരു തുള്ളി ചാണകെങ്കിലും ഉപയോഗിക്കുക, കുറച്ച് ചാണകെങ്കിലും ഉപയോഗിക്കേ. എന്നിട്ട് ഇപ്പൊ ചെയ്തു വെക്കുന്നതാണ് ഇവന്മാർക്ക് വില്ലനാവാനും വീരനാവാനും. എമ്പുറാൻ എന്ന് പറയുന്ന സിനിമയിൽ കൂടെ ഇവർ പറയാതെ പറയുന്നത് എന്താണ്? അവരുടെ മനസ്സിലെ രാഷ്ട്രീയം. അവരുടെ മനസ്സിലുള്ള രാഷ്ട്രീയം അവർ പറയട്ടെ. ഞാൻ കുറെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്.
എനിക്ക് മടുത്തത് മുഴുവനായിട്ട് കേൾപ്പിച്ചു തരാം. അതിൽ മോഹൻലാലിനെ തെറി വിളിക്കുന്നുണ്ട്, പൃഥ്വിരാജിനെ തെറി വിളിക്കുന്നുണ്ട്. എന്തിനാണ് ഈ പെണ്ണൊടുത്ത് ഇതിന് ഒരുമ്പെട്ട് ഇറങ്ങിയെന്ന് മനസ്സിലാവുന്നില്ല. അവർക്ക് അവരുടെ രാജ്യമാണ് ഇഷ്ടമെങ്കിൽ രാജ്യത്തോട്ട് തിരിച്ചു വന്ന് ഇവിടെ എന്തെങ്കിലും പണിയെടുത്ത് രാജ്യത്തിന് ഗുണമുണ്ടാക്കി കൊടുക്കുക. എവിടെയെങ്കിലൊക്കെ ഇരുന്നിട്ട് അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ അച്ഛനും അമ്മയ്ക്കും വിളിക്കലല്ല ചേച്ചിയെ രാഷ്ട്രീയം, അല്ലെങ്കിൽ അതല്ല രാജ്യസ്നേഹം. അത് ആദ്യം മനസ്സിലാക്കുക. കേണൽ പദവി കൊടുത്തിട്ടുള്ളത് എന്തിനാണ് എന്ന് ചേച്ചി ഒന്ന് ഗൂഗിൾ ചെയ്തിട്ട് മനസ്സിലാക്കണം. മോഹൻലാലിനെ പല അത്തരം രീതിയിലുള്ള ബ്രാൻഡ് അംബാസിഡർമാർ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ആക്കിയിട്ടുണ്ട്. അത് എന്തിനാണെന്ന് ചേച്ചി മനസ്സിലാക്കണം. ഈ ഒരു സിനിമയിൽ ജിഹാദി എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല. ജിഹാദിത്വം ചേച്ചി എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതില്ല. പിന്നെ ഈ ഒരു ഇന്ത്യ എന്ന മഹാരാജ്യത്ത് തെറ്റുകൾ ചെയ്യുന്നതിൽ ജാതി മതവും രാഷ്ട്രീയമൊന്നും നോക്കാതെ തന്നെ ഇഷ്ടംപോലെ കൂതറകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരൊക്കെ തുറങ്കിൽ അടക്കിയൊക്കെ തന്നെ വേണം, അത്രയേ ഉള്ളൂ. രാജ്യത്തിനോട് കമ്മിറ്റ്മെന്റ് ഉള്ളത് കൊണ്ട് തന്നെയാണ് 2002 നടന്ന ഈ ഒരു വിഷയം ജനങ്ങളുടെ മനസ്സിലേക്ക് വീണ്ടും എത്തിക്കാൻ ആ ഒരു സംവിധായകനോ അല്ലെങ്കിൽ ആ ഒരു തിരക്കഥാകൃത്തോ ശ്രമിച്ചത്. ആ ഒരു ശ്രമം വിജയിച്ചിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ആ സിനിമ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ അവർ വിചാരിച്ചതിന്റെ ഇരട്ടിക്ക് സമ്പാദ്യം ആ സിനിമയിലൂടെ ഉണ്ടാകും. വേറൊന്നും ഞാൻ പറയുന്നില്ല. ചാനൽ താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി. അതൊരു സന്ദീപ് പോൾ സൈനിങ് ഓഫ്.